ചെയ്താലും അതിന് കുറ്റം ആ സംശയമോ നോ ചെയ്യുന്നതിനൊന്നുമില്ല. നിനക്കറിയില്ല എല്ലാം അതിനോടെല്ലാം പറയലില്ല. ഫാത്തിമത്ത് റിസ എന്ന് പറയുന്ന ഒരു കൊച്ചു പെൺകുട്ടി മരണത്തിന് തൊട്ടു മുമ്പായിട്ട് സുഹൃത്തുക്കൾക്കോ മറ്റോ അയച്ച ഒരു വോയിസ് റെക്കോർഡ് ഇപ്പോൾ പുറത്തായിട്ടുണ്ട്. ഈ മരണത്തിൽ ഉത്തരവാദിയായിട്ടുള്ള സ്വന്തം ഭർത്താവ് എന്ന് പറയുന്നവനെ ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല. ലുക്കൗട്ട് നോട്ടീസൊക്കെ പുറത്തു പോയിട്ടുണ്ട്. ഗൾഫിലാണ്. ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നിട്ടാണ് ഈ പാവം പെൺകുട്ടിയെ ആത്മഹത്യ ചെയ്യുന്നത്. വെറും 20 വയസ്സ്. കേൾക്കണം, വെറും 20 വയസ്സ്. ഒരു ഡിഗ്രി ചെയ്യാൻ തുടങ്ങുന്ന പ്രായം. ജസ്റ്റ് +2 അങ്ങോട്ട് കഴിഞ്ഞ് പോയപ്പോൾ തന്നെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തിരിക്കുക. നമ്മുടെ നാടിൻ്റെ ഒരു ദുരവസ്ഥയാണത്. ഒരു 18 വയസ്സ് കഴിഞ്ഞാൽ എങ്ങനെയാണ്, എത്ര പെട്ടെന്ന് എങ്ങനെയാണ് കെട്ടിച്ചു വിടുക എന്ന് മാത്രമാണ് ഈ രക്ഷിതാക്കളുടെ ഒരു ആലോചന. അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. പെൺകുട്ടികൾക്ക് സ്വന്തമായിട്ട് ജോലി വേണം, നല്ല വിദ്യാഭ്യാസം വേണം. ജീവിതത്തിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അവരെ വളർത്തണം. അങ്ങനെയൊന്നും ഒരു രക്ഷിതാവും ആലോചിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി ഇതൊന്നും ഒക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും കെട്ടിപ്പോയ വീട്ടിൽ അമ്മായിമ്മ എന്ന് പറയുന്ന ഒരു ക്രൂര സ്ത്രീ നടത്തുന്ന കൊള്ളരുതായ്മകളും മറ്റൊക്കെ അത് വേറൊരു സംഭവമാണ്. അവരുടെയൊക്കെ ഒരു വിചാരം എന്ന് പറയുന്നത് ഈ കെട്ടി വരുന്ന ഈ പെൺകുട്ടികളെല്ലാം പിന്നീട് വീടാണ്ട് സ്വന്തമാക്കും, അടുക്കള സ്വന്തമാക്കും. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന നശൂല ജന്മങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കേട്ടോ. പക്ഷേ ഏറെയും കുറഞ്ഞ ഒട്ടുമിക്ക വീട്ടുകാരും ഇതൊക്കെ അനുഭവിക്കുന്നുണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തത്, അല്ലെങ്കിൽ സ്വന്തം മകളെ പോലെ കാണാൻ കഴിയാത്തത് എന്നുള്ള കാര്യമൊക്കെ വലിയ കഷ്ടം. അതൊക്കെ ഇനിയും എത്ര കാലം ചിന്തിച്ചാൽ അതിനൊരു ഉത്തരം കിട്ടുകയെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ ഇവിടെ ആ ഒരു പാവം പെൺകുട്ടിയുടെ മരണത്തിൽ ഉത്തരവാദിയായത് അവർ വീട്ടുകാർ മാത്രമല്ല, സ്വന്തം ഭർത്താവ് എന്ന് പറയുന്നവനാണ്. മയക്കുമരുന്നിനും മറ്റും അടിമയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അതിക്രൂരമായിട്ടുള്ള പീഡനമാണ് വെറും 20 വയസ്സുള്ള ഈ പെൺകുട്ടി നേരിടേണ്ടി വന്നത് എന്നുള്ളതാണ് കേൾക്കുന്നത്. അവളെ കരഞ്ഞുകൊണ്ടുള്ള ആ നിലവിളി ശബ്ദവും അവരെ വോയിസുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഞാൻ പോയിക്കാനാ നീ എൻ്റെ ഉപ്പാനത്തെല്ലാം പറഞ്ഞു കൊടുക്കണാണ്. ഓനങ്ങനെ നല്ലോനായിട്ട് ജീവിക്കണ്ടാണ്. സ്വന്തം വീട്ടിലെ കിടപ്പുമുറിയിൽ ചൊവ്വാഴ്ച വൈകിട്ടാണ് റിസയെ തൂങ്ങി മരിച്ച നിലയിൽ കാണുന്നത്. മുറിയിൽ നിന്ന് കിട്ടിയ കുറിപ്പിലും ആസിഫാണ് ജീവനൊടുക്കാൻ കാരണമെന്ന് എഴുതിയിരുന്നു. ഈ എഴുതിയ ഈ കുറിപ്പ് എന്ന് പറയുന്ന ഒരു ചെറിയ കുറിപ്പ് മാത്രമല്ല, 3-4-5 പേജ് വരുന്നൊരു കുറിപ്പാണ് അത്രയും പാവം പെൺകുട്ടി എഴുതി വെച്ചിട്ടുള്ളത്. കാരണം അത്രയ്ക്കും ഉള്ളില് അത്രയും സങ്കടം നീറിക്കെടുക്കുന്നുണ്ട് എന്നർത്ഥം. അത് മുഴുവൻ എഴുതി വെച്ചിട്ട് എൻ്റെ മരണത്തിന് ഉത്തരവാദി എന്നെ കെട്ടിയവൻ മാത്രമെന്നാണ്. നോക്കൂ, എത്ര ചെറിയ കുഞ്ഞാണ്. ജീവിതത്തിൻ്റെ ഒരു എന്താ പറയുക പടിവാതിൽ പോലും നേരം പോലെ കടന്നു പോയിട്ടില്ലാത്ത, ഏറ്റവും സന്തോഷകരമായി ജീവിക്കേണ്ട പ്രായം 20 വയസ്സെന്നൊക്കെ പറയുന്നത്. ഇത് കേൾക്കുന്ന രക്ഷിതാക്കൾ, പെൺകുട്ടികളെ രക്ഷിതാക്കളൊക്കെ ദയവ് ചെയ്തൊന്നും മനസ്സിലാക്കൂ. 20 വയസ്സെന്നൊക്കെ പറയുന്നത് നിങ്ങൾക്കൊരു ബാധ്യത എന്ന് പറയുന്ന പെൺകുട്ടികളെ ഒഴിവാക്കാനുള്ള ഒരു പ്രായമൊന്നുമല്ല. 20 വയസ്സൊരു പ്രായമേ അല്ല. അത് കഴിഞ്ഞാൽ കുട്ടികളെ ഇനി ആരും കിട്ടൂല. ഏറെക്കുറെ ഞാൻ അങ്ങനത്തെ വർത്തമാനം കേട്ടുള്ളത് ഈ മുസ്ലിം സമുദായത്തിലാണ് കേട്ടോ. 18 വയസ്സ് കഴിഞ്ഞാലൊക്കെ കെട്ടിച്ചു വിടുക. ഇനി അതിൽ വല്ല എൻ്റെ നെഞ്ചത്ത് കയറാൻ വരുന്നതും വേണ്ട. ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ളതും എൻ്റെ ജീവിതാനുഭവത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. കുറേ കാലങ്ങൾക്ക് മുമ്പ് ഞാനൊരിക്കൽ പുത്തനത്താണി പഠിക്കുന്ന അവിടെ ഒരു വർക്ക് ചെയ്യുന്ന സമയത്താണ് +2 പഠിക്കുന്ന നല്ല വിദ്യാഭ്യാസമുള്ള, ക്ലാസ് എടുക്കുമ്പോഴും ആ ഒരു പെൺകുട്ടി ബുക്കൊന്നും കയ്യിലില്ല, എന്നിട്ടും അവർ ഗംഭീരമായിട്ട് എഴുതും. അപ്പോഴാണ് എനിക്ക് അവരോട് ഭയങ്കര സന്തോഷം തോന്നിപ്പോയി. അവസാനം നോക്കുമ്പോൾ അവർക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ പുസ്തകവും മറ്റൊന്നുമില്ല. അവസാനം ആ പെൺകുട്ടിയെ ശരി അങ്ങനെ നന്നായി പഠിക്കുന്ന കുട്ടിയില്ല, അവർ പഠിക്കട്ടെ എന്ന് വെച്ച് ഞങ്ങൾ 2-3 അധ്യാപകർ ചേർന്നിട്ട് അവരെ പഠിപ്പിക്കാൻ തീരുമാനിച്ചു. പക്ഷേ +1 കഴിഞ്ഞ് +2 കഴിയുമ്പോഴേക്കും ആ പരീക്ഷ പോലും എഴുതിക്കാൻ സമ്മതിക്കാതെ അവളെ വിവാഹം നിശ്ചയിച്ചു എന്നുള്ളതാണ്. അതിനെ ഒന്ന് എതിർക്കാനും വേണ്ടിയുള്ള ശ്രമം ഞാൻ നടത്തി നോക്കി. എന്തിനാണ് ഇപ്പം തന്നെ കല്യാണം കഴിപ്പിക്കുന്നത് എന്നവരെ രക്ഷിതാക്കളെ വിളിച്ചു ചോദിച്ചപ്പോൾ മാഷിൻ്റെ പണി എടുത്താൽ മതി എന്നുള്ള ഒരു ഉത്തരമാണ് എനിക്കൊക്കെ കേൾക്കേണ്ടി വന്നത്. അതൊരു അനുഭവമായിട്ടൊരു നീറുന്ന വേദനയായിട്ട് എൻ്റെ മനസ്സിലുണ്ട്. ആ പെൺകുട്ടി ഇപ്പം എന്താണ്, എങ്ങനെയാണ് അവരുടെ ജീവിതം എന്നൊന്നും ഒരു പിടുത്തൂല. എങ്കിലും നല്ല പഠിക്കുന്ന കുട്ടിയായിരുന്നു, നല്ല ജോലി വാങ്ങിച്ച് വളരെ ഹാപ്പി ആയിട്ടുള്ള ജീവിതം അവർക്ക് ഉണ്ടാകുമായിരുന്നു. ഇപ്പം എന്ത് തരത്തിലാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് എനിക്കറിയില്ല. ഈ വീഡിയോ എങ്ങനെ അവർ കാണുകയാണെങ്കിൽ അവർ ഓർമ്മിക്കും എന്നുള്ളൊരു തോന്നൽ മാത്രമാണ് എനിക്കുള്ളത്. എന്തൊക്കെയായാലും ഞാൻ പറഞ്ഞു വയ്ക്കുന്നത് 20 വയസ്സൊന്നൊരു പ്രായമല്ല. കുട്ടികൾ കളിച്ച് നടക്കട്ടെ എന്നുള്ള ഞാനൊക്കെ പറയുക. പഠിച്ച് കളിച്ച് നടക്കട്ടെ.
20 വയസ്സ്, 24 വയസ്സ്, 25 വയസ്സ്. ആ ഒരു 25 വയസ്സാകുമ്പോഴേക്കും ഈ 19-20 വയസ്സിന്റെ തോന്നലുകളും ചിന്താഗതികളല്ല, അവർ മാറും, അവരെ തോട്ട് മാറും. അവർക്ക് വിദ്യാഭ്യാസം നേടുന്തോറും അവരെ തോട്ട് മാറും. അവർക്ക് നല്ല ജോലി നേടാൻ സാധിക്കും. നല്ല ജോലി നേടിയതിനു ശേഷമാണ് അവരെങ്കിൽ സെലക്ട് ചെയ്യപ്പെടുന്നത് ഈ സൗന്ദര്യത്തിന്റെ ബേസിൽ മാത്രമായിരിക്കില്ല. ഒരു 20 വയസ്സ് 19 വയസ്സെന്നൊക്കെ പറയുന്നത് ഈ സിനിമയും ഈ റീലുകളൊക്കെ കണ്ടിട്ട് ജീവിതം എന്തോ ഒരു വലിയ പൂമ്പാറ്റ ജീവിതമാണ് എന്നൊക്കെ വിചാരിച്ച് ഇറങ്ങുന്ന ആളുകളാണ്. ഇതൊരു പൂമ്പാറ്റയുടെ ഒരു തേങ്ങി മാങ്ങിയെല്ലാം ജീവിതത്തിലേക്ക് എൻട്രി ചെയ്താലും മനസ്സിലാവുക. ലൈഫ് എന്ന് പറയുന്ന എനിക്ക് എൻട്രി ചെയ്ത റിയാലിറ്റി വേറെയാണ്. അത് മനസ്സിലാക്കാൻ അവർക്ക് 20 വയസ്സൊന്നും പോരാ എന്നുള്ളതാണ്. ഒരു 10-25 വയസ്സാകുമ്പോഴേക്കും അവർക്ക് സ്വന്തമായിട്ട് തൊഴിൽ കണ്ടെത്താൻ കഴിയും. തൊഴിൽ കണ്ടെത്തി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾ കിട്ടും. തൊഴിലിനെ ബഹുമാനിക്കുന്ന ആളുകൾ നിങ്ങളെ കുട്ടികളെ തേടി വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയും, അല്ലെങ്കിൽ അവർക്ക് തന്നെ മുൻപോട്ടുള്ള ആ ഒരു ജീവിതത്തിനിടയ്ക്ക് പറ്റിയ ആളുകളെ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇതിനൊന്നുമുള്ള ഒരു അവസരം ഈ പെൺകുട്ടികൾക്ക് കൊടുക്കില്ല രക്ഷിതാക്കൾ എന്നതാണ്. അതിന് പകരമായിട്ട് 18 വയസ്സാകുമ്പോഴത്തിന് ഞായറാഴ്ചകൾ വീട്ടിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കും. അവരെ മുമ്പിൽ അണിഞ്ഞു ഇരിക്കണം. അവർ ചോദിക്കുന്ന ബോഷ്കോ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കും. എൻ്റെ ഒരു സുഹൃത്ത് കല്യാണം കഴിക്കുമ്പോൾ നമ്മുടെ ഷൂ, നമ്മുടെ ഷർട്ട്, നമ്മുടെ പാൻറ്റൊക്കെ കടം വാങ്ങിച്ചിട്ട് ഈ പെണ്ണ് കാണാൻ നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നത് അത്രയ്ക്ക് മൊയതുകളാണ് പല ആണുങ്ങളും. ഞാൻ എല്ലാ ആണുങ്ങളും അടച്ചാക്ഷേപിക്കില്ല. ചിലരൊക്കെ ഭയങ്കര ദുരിത പഹയന്മാരാണ്. അവർക്ക് ഈ ഭയങ്കര സെറ്റപ്പായിട്ട് ഇവരുടെ മുമ്പിൽ വന്നിരുന്ന് പറ്റിക്കും. അവരതിൽ വീണ് പോവും, ആ സൗന്ദര്യത്തിൽ, ആ വർത്തമാനത്തിൽ വീണ് പോവും. പിന്നെ അവിടെ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും പറയാനില്ല എന്നുള്ളതാണ്. പലപ്പോഴും ഈ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നല്ല രക്ഷിതാക്കൾ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ആത്മഹത്യ ചെയ്യുന്നത്. കാരണം വീട്ടിൽ പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇവർക്ക് വീട്ടിൽ പറഞ്ഞാൽ വീട്ടിൽ നിന്ന് സപ്പോർട്ട് കിട്ടില്ല എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ്. കാരണം സ്വന്തം വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മുടെ നാട്ടിലത്തെ അവസ്ഥ എന്താ? മോളെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്ക്, കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്ത്, ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഇതൊക്കെ തന്നെ എല്ലാവരും ചെയ്തേയും. ഞാനൊക്കെ എൻ്റെ അമ്മായിയുടെ കയ്യിൽ നിന്ന് കേട്ട പീഡനങ്ങളൊക്കെ എന്തൊരു വലുതായിരുന്നു. ആക്ക് നോക്കുമ്പോൾ എനക്ക് ഒന്നുമില്ല എന്ന് ഒരു പക്ഷെ സ്വന്തം അമ്മ പോലും മകൾ ഉപദേശിക്കും. അതൊക്കെ നിർത്തണം, ഈ പരിപാടി നിർത്തണം. ഏതെങ്കിലും ചെറിയ തരത്തിലെ പീഡനമെങ്കിലും ഒരു പെൺകുട്ടി പറയുന്നുണ്ടെങ്കിൽ അവൾ അവളുടെ ആത്മാഭിമാനത്തെ അത്രയേറെ വില കൽപ്പിക്കുന്നു, അവൾ അവളുടെ ജീവിതത്തെ വില കൽപ്പിക്കുന്നു, അവൾക്ക് ജോലിയോ മറ്റു ആവശ്യമായിട്ടുണ്ട് എന്നുള്ളതാണ്, അവൾക്ക് സ്വന്തമായി സ്വപ്നങ്ങളുണ്ട് എന്നുള്ളതാണ് അവൾ പറയുന്നത്. അതല്ലാതെ പരാതി മാത്രമല്ല. ഒരു പരാതി ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് ആ ജീവിതം വളരെ മാന്യമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ മോളെ നീ ഇവിടെ വന്നു ഇന്നോ എന്ന് പറയാൻ പറ്റുന്ന ഒരു ഒരു അഭിമാന ബോധത്തിലേക്ക് നമ്മുടെ രക്ഷിതാക്കളൊക്കെ മാറിയിട്ടില്ലെങ്കിൽ ഇനിയും ഇത്തരം വാർത്തകളൊക്കെ കേൾക്കേണ്ടി വരും. എന്തൊരു സങ്കട കാഴ്ചകളാണെന്ന് ആലോചിക്കുക. ഇനി എത്ര ജീവിതമുണ്ട് അവർക്ക്, എന്തോരം കാഴ്ചകൾ കാണാനുണ്ട്, എന്തോരം ജീവിതം ബാക്കിയുണ്ട്. ആ ഒരു കൊച്ചു ജീവിതം അങ്ങോട്ട് ഇല്ലാണ്ടാക്കി കളഞ്ഞില്ലേ. ഇതാണ് പറയുന്നത്, വിദ്യാഭ്യാസത്തിന് അത്രയേറെ പ്രാധാന്യമുണ്ട്. ഇത് കേൾക്കുന്ന ഏതെങ്കിലും പെൺകുട്ടികളൊക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, അവരുടെ രക്ഷിതാക്കൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അപേക്ഷയാണ്. ജീവിതത്തിന് വളരെ സുന്ദരമായൊരു ജീവിതമാണ്, ഒറ്റ ജീവിതമേ ഉള്ളൂ. അവർ പഠിക്കട്ടെ, അവർ ജോലി നേടട്ടെ, അതിൽ നിങ്ങൾ അഭിമാനിക്കും. അതിനുശേഷം അവർക്ക് പറ്റിയ വരനെ കിട്ടും. വിവാഹം എന്ന് പറയുന്നത് അത്രയേറെ വൻ സംഭവമൊന്നല്ല. അത്രയ്ക്ക് ജീവിതത്തിലെ നാട്ടുകാരും വീട്ടുകാരൊക്കെ പലതും പറഞ്ഞോട്ടെ, അവരെല്ലാം നിങ്ങൾക്ക് നിങ്ങളെ മക്കൾക്ക് തിന്നാൻ തരുന്നത് എന്നൊന്ന് മനസ്സിലാക്കും. ബൈ.